തിരുവനന്തപുരത്ത് ഇടത് യുവജന പ്രസ്ഥാനങ്ങളുടെ മാർച്ചുകൾക്ക് നേരെ പോലീസിന്റെ ക്രൂരമർദ്ദനം. SFI AYF നേതാക്കൾക്ക് ഗുരുതര പരിക്കേറ്റു. പോലീസ് ഇവരുടെ തല അടിച്ചു പൊട്ടിച്ചു. കാര്യമായ പ്രകോപനം ഇല്ലാതെയാണ് ഇന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ബലപ്രയോഗമുണ്ടായത്. SFIയുടെ പ്രകടനം സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു. മാർച്ചിൽ പങ്കെടുത്ത പ്രവർത്തകരെ പോലീസ് ലാത്തി ചാർജ് ചെയ്തു. RYFന്റെ മാർച്ചിൽ അല്പം സംഘർഷമുണ്ടായതിനു ശേഷം 12 മണിയോടെയാണ് സ്വാശ്രയ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയുള്ള SFIയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ബാരിക്കേഡ് തള്ളിമാറ്റാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ലാത്തിചാർജ് തുടങ്ങി. ഇതോടെ പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഇടവഴികളിലേക്ക് വിദ്യാർത്ഥികളെ ഓടിച്ച പോലീസ് സമീപത്തെ കടകളിൽ അഭയം പ്രാപിച്ച പ്രവർത്തകരെ മർദ്ദിച്ചു. ഇടവഴികളിൽ പോലീസും SFIക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നേതാക്കളും പോലീസുമായി വാക്പോര് നടക്കുകയായിരുന്നു. പോലീസിനെ തള്ളിമാറ്റാൻ ശ്രമമുണ്ടായപ്പോൾ വീണ്ടും പോലീസ് ലാത്തി വീശി. സംസ്ഥാന പ്രസിഡന്റ് KV സുമേഷ്, ജോയിന്റ് സെക്രട്ടറി A റഹീം, R രാജേഷ് MLA എന്നിവരടക്കം 5 നേതാക്കൾക്ക് ഇവിടെ പരിക്കേറ്റു. ഇതേസമയം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശം സംഘർഷഭൂമിയായി മാറിയിരുന്നു. അരമണിക്കൂറോളം സമയമാണ് യൂണിവേഴ്സിറ്റി കോളേജ് യുദ്ധഭൂമിയായി മാറിയത്. കോളേജിൽ സംഘടിച്ചെന്ന് കല്ലെറിഞ്ഞ പ്രവർത്തകർക്ക് നേരെ പോലീസ് ഗ്രനേഡും ടിയർ ഗ്യാസ് ഷെല്ലുകളും നിയന്ത്രണങ്ങളില്ലാതെ ഉപയോഗിച്ചു. ഗേറ്റിനകത്ത് കടന്നായിരുന്നു പോലീസ് പലപ്പോഴും ഗ്രനേഡും ടിയർ ഗ്യാസ് ഷെല്ലുകളും പൊട്ടിച്ചത്. പോലീസ് പിൻവാങ്ങുമ്പോൾ പ്രവർത്തകർ കല്ലേറും നടത്തി. ഒടുവിൽ വൈക്കം വിശ്വന്റെ നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കൾ എത്തിയതോടെയാണ് 2 മണിക്കൂറോളം തലസ്ഥാനത്തെ മുൾമുനയിൽ നിർത്തിയ സംഘർഷങ്ങൾക്ക് അയവ് വന്നത്. പോലീസ് നടപടിക്കിടയിൽ യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിനി ശരണ്യയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സംഘർഷത്തിൽ പരിക്കേറ്റ 15 SFI പ്രവർത്തകരെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ജോളി ചെറിയാനടക്കം 3 പോലീസുകാർക്കും പരിക്കേറ്റു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.